ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ പുരുഷരായിരിക്കുന്ന മാന്യ സഹോദരങ്ങൾ, ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ വലിയ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് PYPയുടെയും സഹോദരി സമാജത്തിൻ്റെയും നമ്മുടെ സൺഡേ സ്കൂളിൻ്റെയും വാർഷികത്തോടനുബന്ധിച്ചാണ്. അത്തരത്തിൽ ഒരു വാർഷികം എന്നതിലുപരി നമ്മൾ ഒരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് നമ്മളിവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ ഒരുമിച്ചൊരു കൂട്ടായ്മ ആചരിക്കുമ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിലാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ ഉണ്ടെന്ന് നമ്മുടെ കർത്താവ് അരുളിച്ചു. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നമ്മളിവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഇപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളുടെ മധ്യയുമുണ്ട്. 1 കൊരിന്ത്യർ 12:27 പ്രകാരം പറയുന്നു, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അവയവങ്ങളുമാകുന്നു. നാം ക്രിസ്തു തലയായിരിക്കെ ശരീരമാകുന്ന ദൈവസഭ ഇനി ഭൂമിയിലുണ്ട്. അത് നാം ഓരോരുത്തരുമാണ്. നമ്മൾ ഒന്നിച്ച് കൂടി വരുമ്പോൾ അതാകുന്ന ക്രിസ്തുവിന്റെ സഭ. ഒരു കെട്ടിടം എന്നതിലുപരി നമ്മൾ എവിടെ കൂടിയാലും, അതിപ്പോൾ ഒരു മരത്തിന്റെ മുകളിലാണെങ്കിൽ പോലും നമ്മൾ 2-3 പേര് ഒരുമിച്ച് കൂടുന്നു. അതാണ് ക്രിസ്തുവിന്റെ ഒരു സഭ എന്ന് നമ്മൾ പറയുന്നത്. അവിടെ ആയിരിക്കുന്ന നാം ഓരോരുത്തരും ആ സഭയുടെ അംഗങ്ങളാണ്. എന്ന് വെച്ചാൽ ആ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തിൽ പലവിധമായ അവയവങ്ങളുണ്ട്. കണ്ണുണ്ട്, ചെവിയുണ്ട്. ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ പ്രവർത്തന രീതിയുണ്ട്. കണ്ണിന് കാഴ്ച, ചെവിക്ക് കേൾവി, കൈകളുടെ പ്രവൃത്തി വേറെ, കാലുകളുടെ പ്രവൃത്തി വേറെ. അത്തരത്തിൽ ഓരോ അവയവങ്ങൾക്കും ഓരോ പ്രവൃത്തിയുണ്ട്. എല്ലാ അവയവങ്ങളും ഒരേപോലെ ബലമുള്ളതായിരിക്കത്തില്ല. ബലഹീനമായ അവയവങ്ങളുണ്ട്, ബലമുള്ള അവയവങ്ങളുണ്ട്. അത്തരത്തിൽ ഓരോ അവയവത്തിന്റെ പ്രവൃത്തി വെവ്വേറെയാണ്. അപ്പോൾ നാമും ക്രിസ്തുവിന്റെ സഭയുടെ ശരീരമാകുന്ന സഭയുടെ ഓരോ അവയവങ്ങളാകുമ്പോൾ നാമും ഓരോരുത്തരും ബലമുള്ള അവയവങ്ങളും ബലഹീനരായ അവയവങ്ങളുമുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന കൃപ, എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദാനങ്ങൾ, വാഗ്ദത്തങ്ങൾ എല്ലാം വെവ്വേറെയാണ്. എല്ലാത്തിൻ്റെയും അളവ് ഒരുപോലെ ആയിരിക്കത്തില്ല. എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യം വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരും വ്യത്യസ്തനാണ്. അപ്പോൾ ഒരു അവയവം മാത്രം ഒരു ശരീരത്തിൽ അത് അങ്ങനെയല്ല. ഒരു കണ്ണിന് ഇപ്പോൾ ചെവിയോട് പറയാൻ കഴിയത്തില്ല, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല. ചെവിക്ക് കാലുകളോട് പറയാൻ കഴിയത്തില്ല, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ശരീരം മുൻപോട്ടുള്ള ജീവിതം സാധ്യമാകണമെങ്കിൽ ഈ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ഒന്നിച്ച് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ആ ശരീരത്തിന് മുമ്പോട്ടുള്ള ഒരു ജീവിതം സാധ്യമാകുകയുള്ളൂ. അത്തരത്തിൽ ക്രിസ്തുവിന്റെ സഭയാകുന്ന ഈ ശരീരം, അതിൽ അവയവങ്ങളാകുന്ന നമ്മൾ, അതിൽ ആരെയും മാറ്റി നിർത്താൻ സാധിക്കത്തില്ല. ബലഹീനരുണ്ട്, ബലവാന്മാരുണ്ട്, കൃപ കൂടുതലുള്ളവർ, കുറവുള്ളവർ. അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നതിന്റെ അളവ് വ്യത്യസ്തമായതിനാൽ അപ്പോൾ എല്ലാവരെയും നമ്മൾ ഒന്നിച്ച് ചേർന്നെങ്കിൽ മാത്രമേ, കൃപ കുറവുള്ളവരും ബലം കുറവുള്ളവരും ഒന്നിച്ചുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സഭയുടെ മുമ്പോട്ടുള്ള വളർച്ചയ്ക്ക് അത് കാര്യം സാധ്യമായി മാറുകയുള്ളൂ. അത്തരത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരേപോലെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. അപ്രകാരം തന്നെ ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു വേദന വന്നു കഴിഞ്ഞാൽ ആ വേദന, ഇതെല്ലാം വചനത്തിൽ പറയുന്നതാണ്, ആ വേദന ശരീരത്തിന്റെ മൊത്തത്തിലുള്ള വേദനയാണ്. ഒരു അവയവം മാത്രമല്ല വേദന സഹിക്കുന്നത്. അപ്രകാരം തന്നെ നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരനോ ഒരു കുടുംബമോ അപ്രകാരം എന്തെങ്കിലും വേദനയോ ദുഃഖമോ പ്രയാസമോ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആ സഹോദരന്റെ ആ കുടുംബത്തിന്റെ മാത്രം വേദനയല്ല. വേദന മാത്രമല്ല, സന്തോഷമാണെങ്കിൽ കൂടി അത് സഹോദരന്റെ മാത്രം സന്തോഷമല്ല. അത് ഈ സഭയാകുന്ന, നമ്മൾ ഒന്നാകുന്ന ഈ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള സന്തോഷവും മൊത്തത്തിലുള്ള വേദനയാണെങ്കിൽ മൊത്തത്തിലുള്ള വേദനയായിരിക്കും. അത് ആ ഒരാളെ മാത്രം ഒറ്റപ്പെടുത്താനല്ല. നമ്മൾ ഒന്നിച്ചൊരു ഒരു കൂട്ടായ്മ ആയിരിക്കുമ്പോൾ, നമ്മളൊരു സഭയായിരിക്കുമ്പോൾ ആ വേദനയും ആ സന്തോഷവും എല്ലാം നമ്മൾ ഏവരുടെയും കൂടെയാണ്. അപ്രകാരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ സഭ മുൻപോട്ട്, അതിൽ ഉണർവോടെ നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മളിപ്പോൾ മുൻ വർഷത്തേക്കാൾ അധികമായി ആത്മീയമായി ഉണർന്നു വരുവാൻ നമ്മൾ ശ്രമിക്കുന്നു. നമുക്ക് ഈ നമ്മുടെ സഭയ്ക്ക് സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മുൻപോട്ട് ചിന്തിക്കണം. നമ്മൾ ഈ അവസ്ഥയിലായിരിക്കുന്നത് നമ്മുടെ മിടുക്കല്ല. നമ്മുടെ മുന്നേയുള്ള പിതാക്കന്മാർ, പൂർവ്വ പിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഉപവാസത്തിന്റെയും കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ടാണ് നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഈ ഒരു അടിസ്ഥാനം പണിത് തന്നിരിക്കുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരും നമ്മുടെ മാതാപിതാക്കളും അവരുടെ കണ്ണുനീരും അവരുടെ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ അടിസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ ഈ ചർച്ച നമുക്ക് അല്ലെങ്കിൽ നമ്മൾ കൂടി വരുന്ന സഭ ആയിരിക്കുന്നത്.
അത്തരത്തിൽ തന്നെ ഇവിടെ കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, യുവാക്കളുണ്ട്, കുഞ്ഞു മക്കളുണ്ട്. ഇവരെല്ലാം നമ്മളെല്ലാം ഒന്നിച്ചായിരിക്കുമ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മൾക്ക് കെട്ടിപ്പടുത്ത് തന്ന ഒരു അടിസ്ഥാനമാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന നമ്മുടെ സഭ. അപ്രകാരം തന്നെ യുവജനങ്ങൾ ഇവിടെ ഉണ്ട്, ഞാൻ അടക്കമടങ്ങുന്ന യുവാക്കൾ ഇവിടെ ഉണ്ട്. നമ്മളെന്ന് പറയുന്നത് ഈ സഭയുടെ തൂണാണ്. നമ്മളാണ് ഈ സഭയെ നിലനിർത്തേണ്ടത്. മുമ്പോട്ടും ആത്മാവിൽ സത്യത്തിലും ഈ സഭയെ മുൻപോട്ട് നയിക്കുവാനും പല പ്രതിസന്ധിയിലും സാധാരണ നമ്മളെ പരീക്ഷിക്കാൻ നോക്കുമ്പോഴൊക്കെ നമ്മൾ ബലപ്പെട്ട് മുൻപോട്ട് ഈ സഭയെ നയിക്കുന്ന ഫ്യൂച്ചറിലേക്ക് കർത്താവിന്റെ വരവിലേക്ക് നമുക്ക് പ്രത്യാശയോടും ഒരുക്കത്തോടെ നിൽപ്പാൻ തക്കവണ്ണം മതിയാവുന്നത് നമ്മുടെ യുവജനങ്ങളാകുന്ന നമ്മൾ ഓരോരുത്തരും ഏതൊരു നമ്മൾ അതിന് തക്കതായി പ്രവർത്തിച്ച് വചനപ്രകാരം കൽപ്പനയനുസരിച്ച് ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം തന്നെ കുഞ്ഞുങ്ങളും ഇവിടെയുണ്ട്. അവർ ഭാവിയുടെ വാഗ്ദത്തങ്ങളാണ്. കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് എഫേസ്യർ 6 മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരുപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നത് വാഗ്ദത്തത്തോടെ ആദ്യ കൽപ്പനയാണ്. നിങ്ങൾ അനുസരിക്കുക, നിങ്ങളുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. കർത്താവ് തന്നിരിക്കുന്ന കൽപ്പന അനുസരിക്കുക. അനുസരണമാണ് എല്ലാത്തിനും നമുക്ക് അടിസ്ഥാനമായി നമുക്ക് വേണ്ടത്. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുക, അവൻ നൽകിയിട്ടുള്ള ഉപദേശങ്ങളെ അനുസരിക്കുക. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നതും മുട്ടാടുകൾ മേധസ്സിനേക്കാളും നല്ലത്. അപ്പോൾ അനുസരണമാണ് നമുക്ക് വേണ്ടത്, കൽപ്പനകളെ അനുസരിക്കുക. അത്തരത്തിൽ നമ്മൾ മുമ്പോട്ട് ജീവിച്ചാൽ മാത്രമേ നമ്മൾ കർത്താവിന്റെ വരവിലേക്ക് നമുക്ക് ഒരുങ്ങിയിരിക്കാനും വിശുദ്ധിയോടും വേർപാടോടെ ജീവിക്കാനും കഴിയുകയുള്ളൂ. നമ്മളിപ്പോൾ ഒന്നിച്ച് ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമുക്ക് മുമ്പോട്ട് പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. അത്തരത്തിലാകുവാൻ നമുക്ക് ദൈവം നമ്മളെ കൃപ ചെയ്യട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മളോട് കാണിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ കർത്താവ് വരാറാണ്. കർത്താവിന്റെ വരവിലേക്ക് നമുക്ക് ഒരുങ്ങാം. ദൈവമേ അനുഗ്രഹിക്കണം.